വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം ശക്തമാക്കി CBI. സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശും ബന്ധുക്കളും CBIക്ക് മൊഴി നൽകുന്നു. വൈത്തിരിയിലെ CBI ക്യാമ്പ് ഓഫീസിലാണ് മൊഴിയെടുപ്പ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഇന്ന് പൂക്കോട് സർവകലാശാല സന്ദർശിക്കും. ദീപക് മലയമ്മ വിശദാംശങ്ങളുമായി. ദീപക്, ഇപ്പോൾ സിദ്ധാർത്ഥന്റെ പിതാവ് മൊഴി നൽകി തുടങ്ങിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? മികച്ച പത്തരയോടുകൂടിയാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ്, ഒപ്പം തന്നെ അമ്മാവൻ ഷിബു തുടങ്ങിയവർ വൈത്തിരിയിലുള്ള ഇപ്പോൾ CBI ക്യാമ്പ് ഓഫീസായി പ്രവർത്തിക്കുന്ന PWD റെസ്റ്റ് ഹൗസിലേക്ക് എത്തിയിട്ടുള്ളത്. വിശദമായ മൊഴിയെടുപ്പ് തന്നെ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂർ ഇപ്പോൾ പിന്നിടുന്നു. നേരത്തെ തന്നെ പല വിധത്തിലുള്ള സംശയങ്ങൾ, പല വിധത്തിലുള്ള കാര്യങ്ങൾ സിദ്ധാർത്ഥിന്റെ അച്ഛൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഈ ഡീനിനെ പ്രതി ചേർക്കുന്നില്ല, ഒപ്പം തന്നെ സുഹൃത്തായിട്ടുള്ള അക്ഷയുടെ പങ്ക് അന്വേഷിക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായ മൊഴി ഇന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ CBIക്ക് മുൻപിൽ വെക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയും കുറ്റക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടി CBIയുടെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടാകുകയും ചെയ്യുമെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പോലീസിന്റെ അന്വേഷണത്തിൽ കാര്യക്ഷമതയില്ലായ്മയെക്കുറിച്ചൊക്കെ തന്നെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. നേരത്തെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് എത്തിയിട്ടുള്ള CBI സംഘം 4 സംഘമാണ്. അവർ പൂക്കോട് സർവകലാശാലയിൽ സന്ദർശിക്കുകയും സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറിയിലടക്കം പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള ഡീൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും അധ്യാപകരോടും അനധ്യാപകരോടുമൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ പലരെയും CBI സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രാഥമികമായി ഒരു വിവരങ്ങൾ എടുത്ത ശേഷമാണ് പോലീസിന്റെ FIR ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി കൽപ്പറ്റ കോടതിയിലേക്ക് ഇന്നലെ നൽകുകയും ആ FIR പ്രകാരം 20 പ്രതികളാണ് നിലവിലുള്ളത്. പക്ഷേ കൂടുതൽ പ്രതികളെ കൂട്ടിച്ചേർക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള ചില സൂചകങ്ങൾ ആ FIRൽ CBI സംഘം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് CBI സംഘം കടക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഒരാഴ്ച കാലത്തോളം ഈ സംഘം വയനാട്ടിൽ തുടരുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെ കൂടുതലായ ചോദ്യം ചെയ്യലുകൾ നടത്തുന്നത് വഴി കൂടുതൽ പ്രതികളെ കസ്റ്റഡിയിൽ അടക്കമുള്ള നടപടിയിലേക്ക് സംഘം കടക്കാനുള്ള സാധ്യത ഈ ഒരു സമയത്ത് നമുക്ക് തള്ളിക്കളയാനും സാധിക്കില്ല. എന്തായാലും അല്പസമയം കഴിയുന്നതോടുകൂടി ആ മൊഴിയെടുപ്പ് പൂർത്തിയായാൽ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഇവിടെ നിന്നും പുറത്തേക്കെത്തും. തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണവും നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും അത്തരത്തിലൊരു വ്യക്തത വരുത്തി തന്നെ അന്വേഷണ സംഘത്തിന് മുൻപിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. 20 പ്രതികളിൽ നിന്ന് 21 പ്രതികളിലായ ദിവസം, അതായത് FIR ഇട്ട ദിവസം സിദ്ധാർത്ഥന്റെ അച്ഛൻ അതിൽ തൃപ്തി പ്രകടിപ്പിച്ചിരുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 30 പ്രതികളെങ്കിലും വേണ്ടിവരും എന്നുള്ള നിലയിലാണ്. പലരും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്കെതിരായിട്ടുള്ള തെളിവുകൾ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കാണുന്നതേ ഉള്ളൂ CBI സംഘത്തെ ഇത്തരം വിഷയങ്ങളിൽ, അതായത് കൂടുതൽ പ്രതികൾ ഉണ്ടാകണം, പലരെയും രാഷ്ട്രീയ കാരണങ്ങളാൽ ഒഴിവാക്കി വിട്ടതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് CBI സംഘത്തിനോട് പറയും എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം പോലീസ് ആദ്യഘട്ടത്തിൽ FIR ഇട്ട സമയത്ത് തന്നെ അത്തരത്തിൽ 20 പ്രതികൾ എന്നതിനപ്പുറത്തേക്ക് പ്രതിപട്ടിക നീളാനുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ CBI സംഘത്തിലേക്ക് എത്തുമ്പോൾ അത് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും കൂടുതൽ കുട്ടികളുമായി വിവരങ്ങൾ ആരായുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായാണ് 21S എന്നുള്ള, അതായത് കൂടുതൽ ആളുകളെ കൂട്ടിച്ചേർക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കാണിച്ചുകൊണ്ടുള്ള ഒരു FIR ട്രാൻസ്ഫർ ചെയ്യുന്നതും അത്തരത്തിലേക്കുള്ള FIR പുറത്തേക്ക് വരുന്നതും നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ സംഘം പൂക്കോട് കോളേജിലേക്ക് എത്തി ഇത്തരം അധ്യാപകരും അനധ്യാപകരുമായൊക്കെ സംസാരിച്ചതിന് ശേഷം ആന്റി റാഗിംഗ് സ്ക്വാഡുമായിട്ട് അദ്ദേഹം ഈ സംഘം സംസാരിച്ചിട്ടുണ്ട്. ആ ആന്റി റാഗിംഗ് സ്ക്വാഡിലുണ്ടായിരുന്ന ടീമംഗങ്ങളിൽ നിന്ന് വിശദമായ മൊഴി CBI സംഘം എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് ഈ സംഭവം നടന്നതിന് പിന്നാലെ വിശദമായ ഒരു അന്വേഷണം നടത്തുകയും അവിടെ അത്തരത്തിൽ ആൾക്കൂട്ട വിചാരണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ സംബന്ധിച്ചുള്ള കൃത്യമായ കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ കുട്ടികളുടെ മൊഴിയടക്കം അന്നത്തെ ആ ഒരു ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിലടക്കം വന്നിട്ടുള്ളതാണ്. ആ റിപ്പോർട്ട് CBI സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കൃത്യമായി വലിയ നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അന്ന് തന്നെ ഏതാണ്ട് 90ഓളം കുട്ടികൾ വരുന്ന ഒരു ബാച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് ആ റിപ്പോർട്ട് ഉൾപ്പെടെ തയ്യാറാക്കിയത്. ചില നടപടികൾ അന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില സസ്പെൻഷൻ നടപടിയിലേക്കടക്കം ആ ക്യാമ്പസിന്റെ ആ ബാച്ചിൽ സസ്പെൻഷൻ നടപടിയിലേക്കടക്കം പോകുമെന്നുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. പക്ഷേ അത്തരത്തിൽ പെട്ടെന്നുള്ള നടപടിയിലേക്ക് പോയിട്ടില്ല. പക്ഷേ ആ കൂട്ടത്തിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യം ആണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷണ സംഘമാണ് കണ്ടെത്തേണ്ടത്. പക്ഷേ
അന്ന് തന്നെ രാഷ്ട്രീയ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായി എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. SFIയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില ആളുകളെ ബോധപൂർവ്വം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ള ആരോപണമുണ്ടായിരുന്നു. അക്കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മാവനും ഇന്ന് പറയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അന്ന് ഈ സിദ്ധാർത്ഥിന്റെ മരണം നടക്കുന്ന ഘട്ടത്തിൽ അതിന് മുൻപ് സിദ്ധാർത്ഥിന്റെ അച്ഛനും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നത് സിദ്ധാർത്ഥിന്റെ ഏറ്റവും ഉറ്റ സുഹൃത്തായിട്ടുണ്ടായിരുന്ന അക്ഷയ് എന്ന് പറയുന്ന ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ പ്രതി ചേർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ജയപ്രകാശ് പലപ്പോഴായി ഉന്നയിച്ചിട്ടുള്ളതാണ്. ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്താൻ CBI സംഘത്തിന് സ്വാഭാവികമായിട്ടും സാധിക്കുമെന്ന് നമ്മൾ കരുതുന്നു. അങ്ങനെ പോലീസിന്റെ കൈവശമുള്ള ഡേറ്റകൾ ഒപ്പം തന്നെ അതിനോട് കൂട്ടിച്ചേർക്കാവുന്ന കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇനി CBI സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ അന്ന് ക്യാമ്പസിൽ ഉണ്ടായിരുന്ന കുട്ടികളെ വിശദമായി ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് സ്വാഭാവികമായും കടക്കുകയും ചെയ്യും. അങ്ങനെ കൃത്യമായ രീതിയിലേക്ക് അന്വേഷണം എത്തുന്ന ഘട്ടത്തിൽ ഈ പ്രതിപട്ടിക ഇനി നീളുമെന്ന് ദീപക് മലയമ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മൊഴിയെടുക്കുകയാണ് CBI സംഘം.